നമ്മൾ ചെയ്യിച്ചെടുത്താൽ മതി. ബോഡി ലാംഗ്വേജിന് മാറ്റം ഉണ്ടായിട്ടുണ്ട് വിഷ്ണു. പൊതുവെ നമ്മുടെ എല്ലാവരുടെയും ബോഡി ലാംഗ്വേജിന് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ ഇരിക്കുന്ന പിന്നെ എന്താ പറയുന്ന ഒരു സ്ത്രീയുടെ പൊതുവേ ഉള്ള ഒരു ഇതിന് എനിക്ക് മാറ്റം വന്നിട്ടില്ല. പക്ഷെ ഏറ്റവും പുതിയ തലമുറയിലെ ഒരു കുട്ടി ഇരിക്കുന്നതിലോ ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല. ശരീരഭാഷയ്ക്ക് വല്ലാതെ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ നാട്ടിൻപുറങ്ങളിൽ പണ്ട് കാണുന്നു പറയുമ്പോൾ എൻ്റെ അമ്മമാരായിക്കോട്ടെ, എൻ്റെ വീട്ടിലുള്ളവരായിക്കോട്ടെ, പിന്നെ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ലുങ്കി എടുത്ത് ചൊറിയുന്ന ഇന്നത്തെ ഒരു ജനറേഷനിലുള്ളവർക്ക് ഒരു ചെറിയ അതൊരു ഇൻഡീസെന്റ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഈ തലമുറയ്ക്കനുസരിച്ച് അവരും കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊന്നും നിന്ന് ചൊറിയുന്ന ഒരു സമ്പ്രദായം ഒന്നും ഇപ്പൊ നമുക്ക് അത്രയ്ക്കങ്ങോട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താ വെച്ചാൽ കുറച്ചാറ് പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ എന്തോ പറഞ്ഞു എന്നിങ്ങനെ ചൊറിയും. പക്ഷെ ഇന്നത്തെ ജനറേഷന് അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നിന്ന് നടുറോഡിലോ അല്ലെങ്കിൽ വർത്തമാനം പറയുമ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ചെയ്യത്തില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ എൻ്റെ ഒരു ശ്രദ്ധയെ കാണുമ്പോ എല്ലാ ബോഡി ലാംഗ്വേജിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഒരു ആഹാരം കഴിച്ചിട്ട് ആ ഇലയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞ ഏമ്പക്കം വിടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇന്ന് കുറവാ അത്. അത് പ്രധാനപ്പെട്ട ജനറേഷന്റെ നല്ലത്. ഈ പുതിയ നമ്മുടെ ഈ കുട്ടികള് എല്ലാ സംസ്കാരങ്ങളും ടിവിയിലും മൊബൈലിലും ഒക്കെ കാണുകയാണ്. അപ്പൊ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ കാണും. അല്ല, കുട്ടികളുടെ ഈ ജനറേഷന്റെ മാറ്റം എന്ന് വെച്ചാൽ ഒന്നുമല്ല, പൊതുവെയുള്ള കാലഘട്ടത്തിന് മാറ്റം പറയുക. അത് കുറഞ്ഞു. പണ്ടത് ഏറ്റവും വലിയ ആസ്വദിച്ച് കഴിച്ചതിന്റെ ഒരു ഭാഗമായിരുന്നു. ആസ്വദിച്ച് കഴിച്ചിട്ട് എമ്പക്കമൊക്കെ വിട്ട് ഒരു നല്ല സദ്യയായിരുന്നു. ഇന്നിപ്പോ അതൊരു ശരിയല്ലാത്ത ഒരു. അപ്പൊ അങ്ങനെ പെരുമാറ്റങ്ങളിലും നമ്മുടെ ശരീരഭാഷയിലും ഒക്കെ ഒരുപാട് മാറ്റം വന്നു. നാട്ടിൻപുറങ്ങൾ കുറഞ്ഞു. അപ്പോൾ അങ്ങനെ പെരുമാറുന്നവരെ അവര് നാട്ടിൻപുറത്തുകാര് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പം നാട്ടിൻപുറം ഇല്ല, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം തമിഴ്നാട്ടിൽ ചെന്ന ഒരുപാട് ഗ്രാമങ്ങൾ ഇനി ഇപ്പോഴും കാണാൻ പറ്റും. കേരളത്തില് എത്രയെന്ന് പറയാൻ പറ്റും. നമ്മൾ ജനിച്ചുള്ള ഒരു ഗ്രാമം നമുക്ക് അറ്റാച്ച്ഡ് ആയിരിക്കും. പുതിയതായിട്ട് നമ്മളൊരു സ്ഥലം കാണുമ്പോൾ ടൗണിനെ പറയാൻ പറ്റും. തീരെ ഗ്രാമം എന്ന് പറയാൻ അത്യപൂർവമായിട്ടുള്ള സ്ഥലങ്ങളേ ഉള്ളൂ. അപ്പൊ അതെല്ലാം പൊതുവെ അപ്പൊ പഴയ ആർട്ടിസ്റ്റുകളുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് പോലും ഇന്നത്തെ ജനറേഷന് കുറച്ച് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ചേച്ചി പുറത്തെ ഈ നെറ്റ്ഫ്ലിക്സിലെ വെബ് സീരീസുകള് അല്ലെങ്കിൽ പുറത്തുള്ള പടങ്ങള് അതൊക്കെ കാണുന്നുണ്ടോ? അങ്ങനെ ഒരു ഫേവറേറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ഇത് കണ്ടോ, ഇന്ന ആക്ടറുടെ ഇന്ന കാര്യം കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വേൾഡ് സിനിമ അപ്ഡേഷൻ നേരത്തെ മുതലേ കുറവായിരുന്നു ഞങ്ങളുടെ വീട്ടില്. കാരണം എൻ്റെ ആങ്ങളമാര്, പ്രത്യേകിച്ച് മൂത്ത ആങ്ങള, അവന്റെ ഫ്രണ്ട്സുമായിട്ട് അന്ന് കാസറ്റ് അല്ലേ ഉള്ളൂ, കണ്ടിട്ട് കാസറ്റ് വീട്ടിൽ കൊണ്ടുവരും. അങ്ങനത്തെ പടങ്ങളെ കൊണ്ടുവരാൻ പറ്റൂ. ഇപ്പൊ കിങ് കോങ്, നമ്മുടെ അനക്കോണ്ട ടൈപ്പ് പടങ്ങളെ കൊണ്ടുവരാൻ പറ്റൂ. കാരണം രണ്ട് അമ്മൂമ്മമാരും അപ്പച്ചും എല്ലാരും അമ്മയും ഞങ്ങൾ ഇത്ര പേരിരുന്ന് കാണുന്ന പടവാ. സെൻസർ ബോർഡ്. ഇതിന് എവിടാ കുഴപ്പമെന്ന് അവനറിയാം. അപ്പൊ ആ കുഴപ്പം വരുന്നതിന് ഒരു സീനിന് മുമ്പേ അവനിത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യും. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് എന്തിനാടാ അത് മാറ്റി, എന്തിനാടാ മാറ്റി? അപ്പൊ അന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഇതിന് കുഴപ്പമുള്ളത് കൊണ്ടാവാൻ മാറ്റിയത് എന്നുള്ളത്. എന്നിട്ട് ആ കുഴപ്പം കഴിഞ്ഞപ്പോ അത് കൊള്ളത്തില്ല, അവിടെ ഭയങ്കര ബോറ്, അത് അവിടെ ഒരു ചണ്ട് പോലെ വരും എന്നൊക്കെ പറയും. പിന്നെ കുറെ കാലം കഴിഞ്ഞ് നമ്മൾ ആ പടം മുഴുവൻ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടെ ഇന്ന കുഴപ്പങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവനത് മാറ്റിയത് എന്നുള്ളത്. അപ്പൊ അത്തരം സിനിമകളെ കാണാൻ പറ്റിയിരുന്നുള്ളൂ. പിന്നെ അന്നൊക്കെ ഹിന്ദി ഫിലിംസ് കൂടുതൽ കാണാൻ അവസരം കിട്ടിയിരുന്നു. കാരണം ദൂരദർശനില് 7:30 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിത്രഗീതങ്ങൾ 5 പാട്ടിടും. അത് കഴിഞ്ഞാൽ ഹിന്ദി പ്രോഗ്രാംസ് ആണ്, ഹിന്ദി പാട്ടുകൾ ഉണ്ടാവും. ഞായറാഴ്ച കമ്പൽസറി ഏതെങ്കിലുമൊക്കെ ഭാഷയിലെ പടം കാണും. അപ്പൊ അത്തരം പടങ്ങൾ കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു കൊച്ചായിരുന്നപ്പോ. ഇപ്പം മോളായി ഇപ്പൊ അവർക്ക് ഒരു കുട്ടികളുടെ ചാനൽ അല്ലെങ്കിൽ കുട്ടികളുടെ പോഗോ ചാനൽ ഉള്ളത് മാത്രമേ കാണാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പൊ മോൻ അവൻ ഡോറേ മോൻ, പോക്കി മോൻ എന്നൊക്കെ പറഞ്ഞ അവൻ കണ്ടിട്ടുള്ളതിന്റെ ബാക്കിയെ കാണാൻ പറ്റത്തുള്ളൂ. ആ സമയത്തിരുന്ന് OTTയും പുതിയ ഇറങ്ങുന്ന പിള്ളേരുടെ പടമൊക്കെ കാണും. വിദേശ സിനിമകളും നെറ്റ്ഫ്ലിക്സും ഒക്കെ കാണുന്ന കുറവാണ്. ഇന്ത്യൻ കോണ്ടന്റ് അധികം കാണുന്നത്. എന്തോ ഇന്ത്യൻ കോണ്ടന്റ് അധികം കാണുന്നത് അത്രേ ഉള്ളൂ, അതേ ഉള്ളൂ. അത് മാത്രമല്ല ഇങ്ങനെ സെലക്ട് ചെയ്ത് കാണാനും ഒന്നുള്ള അവസരമില്ല. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഫിലിംസ് ആയതുകൊണ്ട് തമിഴും മലയാളവും അങ്ങനെയുള്ള സംഗതികളിലെ പുതിയ പടങ്ങൾ പുതിയതായിട്ട് ആരൊക്കെയാ വന്നിരിക്കുന്നത് അങ്ങനെ കാണും. അത്രേ ഉള്ളൂ. ഈ ഞാൻ കുറച്ച് പടങ്ങൾ പറയാം. ഉള്ളൊഴുക്ക്, അച്ചുവിന്റെ അമ്മ, മഴവിൽക്കാവടി, തലയണ മന്ത്രം, ഏതാ ഉർവശിയുടെ ബെസ്റ്റ്?
എനിക്ക് ഉർവശി അഭിനയിച്ച എല്ലാ പടവും ഇഷ്ടമാണ്. ആ. ഉർവശിയുടെ വ്യത്യസ്തത ഞാൻ പണ്ടേ ചെക്ക് ചെയ്യുന്നവനാണ്. ഒരു ഇന്റർവ്യൂവിൽ ആരാ ചോദിച്ചിട്ടുണ്ട് ഉർവശിയുടെ ആദ്യം കണ്ട പടം ഏതാണെന്ന് എന്നോട് ചോദിച്ചു. ഒരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു ഉർവശിയുടെ ഈ പോസ്റ്റർ ഒട്ടിച്ചേക്കുന്ന ആദ്യം കണ്ടത്. അതുമുതൽ ഉർവശി നമ്മൾ ഉർവശിയുടെ പടങ്ങൾ ഉർവശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉർവശിയുടെ അഭിനയത്തെക്കാൾ ഉർവശിയുടെ ഒരു വ്യത്യസ്തത ഒരു പടത്തിലെ ഇപ്പുറത്ത് കാണാൻ പറ്റത്തില്ല. ഈ പടത്തിൽ അഭിനയിച്ചത് വേറെ. അത് നമ്മളുടെ ഒരു ചെറിയ വീക്ഷണമാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് എല്ലാ പടവും ഉർവശിയുടെ പടം എനിക്ക് ഇഷ്ടമാണ്. അതിന് നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് ഇച്ചിരി വിഷമിക്കണം, വീട്ടിൽ ഇച്ചിരി വിഷമിച്ച് നമുക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഉള്ളൊഴുക്ക് കാണാം, കരയാം, മനസ്സിലായില്ലേ, മഴവിൽ കാവടി വേണേ ചിരിക്കാം. വേഷം നല്ലതാണ് ചെയ്തതെങ്കിൽ എല്ലാം നമ്മൾ ഇഷ്ടപ്പെടണം. ഇതിലേത് എന്നുള്ളൊരു ചോദ്യം സിനിമയിലില്ല. അതിലെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വ്യക്തിപരമായിട്ട് ചോദിച്ചു, ആർക്ക് ഏത് ഇഷ്ടപ്പെടണമെന്ന് അവനവൻ്റെ ഇഷ്ടമാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം നമ്മളിപ്പം എന്ത് കാര്യത്തിലായാലും സിനിമയുടെ ഒരു അഭിപ്രായം പറയുമ്പോൾ വിഷ്ണുവും ശ്രദ്ധിക്കേണ്ടത് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല അത് പറയാം. ലോകത്തുള്ളവരെല്ലാം ഇത് വിശ്വസിച്ചോണമെന്നുമില്ല. ഒരു സിനിമയെക്കുറിച്ച് സിനിമയുടെ വിജയം നമ്മൾ കാണുന്ന നമ്മുടെ മാനസികാവസ്ഥയാണ്. വിഷ്ണു വീട്ടിൽ വഴക്കുണ്ടാക്കി വന്ന് എങ്കിൽ പിന്നെ സമയമുണ്ട് ഒരു സിനിമ ഉണ്ടാക്കി ഒരു സിനിമ വിഷ്ണുവിന് ഇഷ്ടപ്പെടത്തില്ല. മൈൻഡ് സെറ്റാണ് സിനിമ ഉണ്ടാക്കുന്നത്. പിന്നെ ഏതവസ്ഥയിലും സിനിമ നല്ലതായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അത് സിനിമയെ ജീവൻ കൊടുത്ത് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവരെക്കുറിച്ചാണ് എഴുതപ്പെടുന്നത്. 85% പേരും സിനിമയെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് വിഷ്ണു സിനിമ എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു പെരുമ വിഷ്ണു ക്യാമറ എല്ലാം എടുത്തുകൊണ്ട് വന്ന് ഉർവശിയുടെ വന്നു. നമ്മുടെ ഒരു സംസ്ഥാന തല ക്രിക്കറ്റ് ഫുട്ബോൾ പ്ലെയർ അവരുടെ ഒന്നും ഇന്റർവ്യൂ ഒന്നും എല്ലാം വരത്തില്ല. മനസ്സിലായില്ലേ അതിൻ്റെ ഒരു മഹത്വം. ഈ സിനിമ എന്ന് പറയുന്നത് ആ വിഷ്ണുവിനും ഇന്നത്തെ ഒരു ദിവസത്തെ ജീവിതം ഞങ്ങളുടെയൊക്കെ കാര്യം ഇതാണ്. സിനിമ എന്ന് പറഞ്ഞാൽ മഹാപ്രസ്ഥാനമാണ്. അതിനെ ഇഷ്ടപ്പെടുന്ന ഒരു 85% പേരുണ്ട്. ബാക്കി അത് എന്ത് കിട്ടാലും ജനങ്ങൾ അത് കാണും. കാരണം നമ്മൾ ഇപ്പോൾ പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിക്കാനല്ലല്ലോ സിനിമയ്ക്ക് പോകുന്നത്. നമ്മൾ എൻ്റർടൈൻമെൻറ്റും സന്തോഷവും ദുഃഖവും എല്ലാം അത് കണ്ട് സിനിമയെ ജീവൻ കൊടുത്തെന്നാണ് ഞാൻ വാക്ക് പറഞ്ഞത്. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു 85% വിഭാഗമുണ്ട്. അവരെ കണ്ടെത്തും. ഈ 15% ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അത് പ്രൊമോട്ട് ചെയ്യരുത്. ഇവരെയും കൂടെ ആ 15% കൂടി ഇങ്ങോട്ടുണ്ട് സിനിമ വലുതായിട്ട് നിങ്ങളും കൂടെ വളർത്തണം. 15% പേര് പറഞ്ഞില്ല എന്തോന്ന് സിനിമ. നമ്മുടെ ഒരു സ്വഭാവമുണ്ട്. നമ്മൾ പറയുന്നൊരു വാക്ക എങ്ങനെ ഉണ്ടേ കുഴപ്പമില്ലെങ്കിൽ നല്ലത് എന്നങ്ങ് പറയണ്ടേ അല്ലേ? കുഴപ്പമില്ല ഒരു വട്ടം കാണാം, മിഷ്കിനാണ് പറഞ്ഞത് ഒരു വട്ടം കാണാം പിന്നെ കയറി അഭിനയിക്കാൻ പറ്റും. മിഷ്കിൻ അല്ല, ഇത് നമ്മളെ ഏറ്റവും വലിയൊരു ഇതാവുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മൾ പറഞ്ഞില്ല നാടകത്തിലൊക്കെ പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ട നമ്മുടെ ഇങ്ങനെ രക്തത്തിൽ കിടക്കുകയാണ്. ആരെങ്കിലുമൊക്കെ പ്രതികരിക്കുമ്പം കാണുന്ന രോമാഞ്ചങ്ങളും ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്നതാണ്. എന്താണ് നിങ്ങൾക്ക് ഈ ഫൈറ്റൊക്കെ ഇഷ്ടം? നമ്മൾക്ക് ഫൈറ്റ് ഇഷ്ടമായോണ്ടല്ല, നമ്മുടെ ഇന്റേണൽ ബോഡി കിടക്കുകയാണ്. പ്രതികരിക്കാൻ ശേഷിയില്ലാതെ വന്ന ഒരു തലമുറ അത് കിടക്കുകയാണ്. അപ്പൂപ്പന്മാരൊക്കെ ഉണ്ട് പലർക്കും. ആരെങ്കിലും ഒക്കെ പ്രതികരിക്കാൻ കാണുമ്പോൾ ഒരു സന്തോഷം. അല്ലാതെ ആരെ അടിക്കുന്ന നമുക്ക് ഇഷ്ടമല്ല. അത് സിനിമയെ കൊണ്ട് അത് പറ്റുന്നു. അതുകൊണ്ടാണ് പറയുക അതിനെ സിനിമയെ വേർതിരിക്കേണ്ട. വയലൻസ്, സ്നേഹം, അല്ലെങ്കിൽ ലവ് സ്റ്റോറി ഒന്നുമല്ല. ഇതെല്ലാം നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഒരു ലവ് സ്റ്റോറി കാണുമ്പം സിനിമയെ ഞാൻ വീക്ഷിക്കുന്നത് ഞാൻ കോളേജിൽ പഠിക്കുമ്പം നമുക്കുണ്ടായിരുന്ന ഇഷ്ടങ്ങളും കാര്യത്തിൽ അവിടെയൊക്കെ ഞാൻ കടന്നു വരും. അപ്പോഴാണ് ആ പടത്തിൻ്റെ വിജയം.